പാഠം 51. ഒരു പന്തയത്തിന്റെ കഥ. ഭാമേ, 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 എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? ചെവി കേട്ടോ എനിക്ക്? അയ്യോ, ചെവി കേക്കാവേ. പക്ഷേ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴുള്ള ഈ ഭാമയെ വിളി കേൾക്കുമ്പോഴേ അറിയാം വഴക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണെന്ന്. എനിക്കതിനുള്ള മനസ്സില്ല. ശരി, ഞാൻ വഴക്കുണ്ടാക്കുന്നതാണോ കുറ്റം? ഇന്നലെ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ പുഷ്കരന്റെ കടയിൽ നിന്ന് ഒരു ട്യൂബ് പേസ്റ്റ് വാങ്ങണമെന്ന്? നീ വാങ്ങിയോ? മോഹനേട്ടാ, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെന്തിനാ വേറെ പേസ്റ്റ്? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് വരുന്ന സ്റ്റോക്കില് പേസ്റ്റിന് വീണ്ടും വില കൂടുമെന്ന് പുഷ്കരൻ എന്നോട് പറഞ്ഞതാ. ഇന്നലെ സ്റ്റോക്ക് തീരും മുമ്പ് പോയി വാങ്ങേണ്ട കാര്യമേ നിനക്കുണ്ടായിരുന്നുള്ളൂ. മോഹനേട്ടാ, ഇങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ ടൂത്ത് പേസ്റ്റ്? ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോവില്ലേ? പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്ന് വാങ്ങുന്ന പേസ്റ്റിന് എക്സ്പയറി ഡേറ്റ് നാളെ അല്ലല്ലോ. 200 ഗ്രാമിന്റെ ഒരു ടൂത്ത് പേസ്റ്റ് നമ്മൾ വാങ്ങിയാൽ ഒരു മാസമല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എക്സ്പയറി ഡേറ്റ് ആവാൻ 2 വർഷം എടുക്കില്ലേ? നിനക്കിതൊക്കെ നിസ്സാരമാണ് ഭാമേ. പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന് നീ കേട്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മൾ ലാഭിക്കുന്ന ചെറിയ ചെറിയ തുകകളൊക്കെ ചേർത്ത് വെച്ചാൽ കുറെ കഴിയുമ്പോ വലിയ തുകയാവും നമുക്ക്. 1 കോടി രൂപയാകും. അത്രേ ആയി കഴിയുമ്പോ അതുകൊണ്ട് നമുക്കൊരു ആനയെ വാങ്ങാം. ടൂത്ത് പേസ്റ്റിലെ ലാഭം കൊണ്ട് വാങ്ങിയ ആനയാണെന്ന് നമുക്ക് നാട്ടുകാരുടെ മുഴുവൻ പറയുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? പക്ഷേ ഒരു കാര്യത്തിലാണ് എനിക്ക് സംശയം. ടൂത്ത് പേസ്റ്റിന്റെ വിലയിലെ കുറച്ച് ലാഭം നോക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഈ പല്ല് തേക്കുന്ന പരിപാടി അങ്ങ് നിർത്തുന്നതാണ്. നമ്മൾ പല്ല് തേക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ട് മുഴുവൻ നാട്ടുകാർക്കല്ലേ? ഓ, ആഹാ. ഭാമേ, കഷ്ടപ്പെട്ടാണ് ഞാൻ മാസം 10 രൂപ മിച്ചം പിടിക്കുന്നത്. അതിന്റെ കാര്യം പറയുമ്പോ നീ എന്താ ഒരുമാതിരി ആളെ കളിയാക്കി പോകുന്നത്? നിനക്ക് പണത്തിന് വില ഉണ്ടാവില്ല. കള്ളന്മാരും കൊലപാതകളും പിടിച്ചുപറിക്കാരും ആണല്ലോ നിന്റെ കക്ഷികൾ. അവരെന്തെങ്കിലും തെമ്മാടത്തരങ്ങൾ കാണിച്ചിട്ട് നീ അവരെ രക്ഷിക്കുമ്പോ കണക്കില്ലാതെ അവർ നിനക്ക് കാശ് ഫീസായിട്ട് തരും. അതുകൊണ്ട് തന്നെ നിനക്കതിനൊരു വിലയുമില്ല. അങ്ങനെയാണോ ഞാൻ? രാവിലെ 10 മണിക്ക് ആഫീസിൽ ചെന്നിട്ട് ഒരു നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരുടെയും കാര്യങ്ങൾ നോക്കി വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. ആ ജോലിക്ക് സർക്കാർ എനിക്ക് തരുന്ന ശമ്പളമല്ലാതെ ആരിൽ നിന്നും 5 പൈസ കൈക്കൂലി വാങ്ങില്ല. അങ്ങനെയുള്ള എനിക്ക് കാശിന് വിലയുണ്ട്. ഞാനിത് ആരുടെത്തായി പറയുന്നേ? നീ ഇതേ വായിക്കുന്നേ? നിനക്കാളെ പരീക്ഷ അല്ല, ഞാനീ ഈ മൗനസ്വാമിയെ പറ്റി ആലോചിക്കായിരുന്നു. എന്താണ് അയാളെ പറ്റി ഇത്ര ആലോചിക്കാനായിട്ട്? കഴിഞ്ഞ 1 മാസമായിട്ട് വാ തുറന്ന ഒരക്ഷരം പോലും പറയാതെ മൗനവ്രതത്തിലായിരുന്നു സ്വാമിന്ന്. അതുകൊണ്ട് ഞാൻ മോഹനേട്ടനെ പറ്റി ഒന്ന് ആലോചിക്കായിരുന്നു. 1 മാസം പോയിട്ട് 1 മിനിറ്റ് മോഹനേട്ടന് മിണ്ടായിരിക്കാൻ പറ്റുമോ? മിണ്ടായിരിക്കേണ്ട കാര്യം എന്താ? ആവശ്യത്തിന് മിണ്ടുന്നവനും ആവശ്യമില്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുന്നവനുമാണ് വിവേകശാലി. അല്ലാതെ രാവിലെ മുതൽ പട്ടി ഉരയ്ക്കുന്ന പോലെ എന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളല്ല. സത്യത്തിൽ ഈ മിണ്ടാതിരിക്കുന്ന സാമിയെ പോലെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ മനുഷ്യനും വല്ലപ്പോഴുമെങ്കിലും ഒരു സമാധാനം കിട്ടിയേനെ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മൗനം പാലിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നാണോ? സത്യത്തിൽ ഭീരുക്കളാണ് മിണ്ടാതിരിക്കുന്നത്. പറയാനുള്ളത് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നവനാണ് ധീരൻ. ആയിരിക്കാം. പക്ഷെ ഒരു കാര്യമില്ലാതെ ബഹളം ഉണ്ടാക്കുന്ന മോഹനേട്ടനെ പോലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിന്റെ മൊത്തം കാര്യങ്ങളിൽ പകുതി കാര്യവും ഒരു കാര്യമില്ലാത്ത കാര്യവും. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. മോഹനേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടാവും, പക്ഷേ എനിക്കാ തോന്നുന്നുണ്ടാവുന്നില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നേക്കാൾ യോഗ്യനാണ് വാ പൂട്ടി മിണ്ടാതിരിക്കുന്ന ആ പരമസ്വാമി എന്നാണ്. മോഹനേട്ടാ, മിണ്ടുന്നതിനെക്കാട്ടിലും പാടാണ് മിണ്ടാതിരിക്കാൻ.
എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കാട്ടിലും അഭിമാനകരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയാതിരുന്ന കാര്യങ്ങളാണെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് മഹാൻ? മഹാൻ ഏതായാലും സംഭവം സത്യമല്ലേ? അല്ല, ആ മഹാന് മിണ്ടാ പേടിയായിരുന്നു. മൗനം വിദ്വാനുഭൂഷണമെന്ന് മോഹനേട്ടൻ കേട്ടിട്ടുണ്ടോ? ഈ സ്വാമി ഉറപ്പായിട്ടൊരു വിദ്വാനായിരിക്കും. അതിമൗനം വട്ടിന്റെ ലക്ഷണമാണെന്ന് നീ കേട്ടിട്ടുണ്ടോ? ഈ സ്വാമിക്ക് മുഴുത്ത വട്ടാണ്. വെറുതെ പറഞ്ഞാ പോരാ. മോഹനേട്ടന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരാള് ചെയ്യുമ്പോൾ അയാളോട് അസൂയ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു മാസം മിണ്ടാതിരിക്കണമെങ്കിൽ ഈ സ്വാമി ഭയങ്കരം തന്നെ ആയിരിക്കും. പിന്നെ ഒരു മാസം മിണ്ടായിരിക്കാം വലിയ പാടല്ലേ? ചുമ്മാ അങ്ങ് മിണ്ടായിരുന്ന പോരെ. എങ്കിൽ മോഹനേട്ടൻ ഒന്നും മിണ്ടാതിരുന്ന് കാണിക്കേ, ഞാൻ സമ്മതിച്ചു തരാം. ഒരു മാസം, ഒരു ദിവസം. ഇന്ന് ഇപ്പൊ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മോഹനേട്ടൻ മിണ്ടായിരിക്കാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ മുതൽ ഇന്ന് രാത്രി വരെ ഈ മോഹനകൃഷ്ണൻ മൗനവ്രതത്തിലായിരിക്കും. തീർന്നല്ലോ? തീർന്നില്ല. ഓഫീസിൽ ചെന്നാലും മിണ്ടാൻ പാടില്ല. എഴുതി കാണിക്കാലോ. പക്ഷേ ഓഫീസിൽ വെച്ച് മോഹനേട്ടൻ മിണ്ടിയൊന്ന് ഞാനെങ്ങനെ അറിയും? നീ കൂടെ വാ. അയ്യടാ, എനിക്ക് വേറെ പണിയുണ്ട്. സാരമില്ല, ഓഫീസിലെ ശിശുപാലൻ ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം, സാറ് മിണ്ടുന്നുണ്ടോ എന്ന് നോക്കാൻ. ശരി. ഇനി അഥവാ മിണ്ടിപ്പോയാലെന്താണ് പരിഹാരം? മിണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? അത് പോരല്ലോ. മിണ്ടിയാൽ മോഹനേട്ടൻ എനിക്ക് തരും. നിനക്ക് തരണേ? ഒരു പന്തിയാവുമ്പോ അതിനൊരു വ്യവസ്ഥയില്ലേ? ഇന്ന് വൈകിട്ട് വരെ മോഹനേട്ടൻ മിണ്ടാതിരുന്നാൽ നാളെ മുതൽ മോഹനേട്ടൻ പറയുന്ന എന്തും ഞാൻ കണ്ണുമൂടി അനുസരിക്കും. തിരിച്ച് മോഹനേട്ടൻ പറഞ്ഞത് തെറ്റിച്ചാൽ പറ, എന്താ പന്തേ? ഞാൻ ഈ മീശ എന്റെ മീശ വടിച്ച് ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. അത് വേണോ? എന്റെ മീശയല്ലേ, അത് നിനക്കെന്താ? സമ്മതം? സമ്മതം. ഇപ്പോ ഈ നിമിഷം മുതൽ മോഹനകൃഷ്ണൻ എന്ന ഈ ഞാൻ മൗനവ്രതത്തിലാണ്. അല്ല മോനേട്ടാ, സംഗതി സീരിയസ് ആട്ടോ. ആഫീസിൽ ചെല്ലുമ്പോ അവിടെയുള്ളവരുടെ എന്ത് പറയും? എഴുതി കാണിക്കുവോ? അപ്പൊ മോഹനേട്ടൻ ഭ്രാന്താന്നവര് പറയില്ലേ? ഭ്രാന്തില്ലാന്ന് എഴുതി കാണിക്കും. കരപടയ്ക്കാൻ വരുന്നവനെ, വരുമാന സർട്ടിഫിക്കറ്റിന് വരുന്നവനെയും എന്തു ചെയ്യും? മിണ്ടരുന്നോ? ഞാൻ മിണ്ടരുന്നല്ലേ? അല്ല മോനേട്ടൻ, എനിക്ക് മിണ്ടാലോ, ഞാൻ വ്രതത്തിലല്ലോ. വേണ്ടേ? വേണ്ട. പോന്ന വഴിക്ക് കൃഷ്ണൻ കുട്ടിയുടെ കടയിൽ നിന്നും ചായ, പുട്ട്, പഴം, പൊട്ടി കഴിക്ക്. ശരി. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് വട്ടായി പോയി നാട്ടുകാർ പറയില്ലേ? എനിക്ക് കുഴപ്പമില്ല. ഓ ശരിയപ്പോ ശിശുപാലൻ ചേട്ടനോട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞോളാം. ഓഫീസർ വാ തുറന്ന ഒരക്ഷരം മിണ്ടിയാൽ എന്നെ അറിയിക്കണമെന്ന്. പിന്നെ ശിശുപാലൻ ചേട്ടനെയോ ദ്രൗപതിയോ സ്വയംപ്രഭയോ വിരട്ടി സംഭവം ഒളിപ്പിച്ചു വെക്കാവെന്ന് കരുതണ്ട. ഞാനിന്ന് എന്തായാലും ഒരു 5-6 പേരെങ്കിലും അങ്ങോട്ട് വിടുന്നുണ്ട്. സാറെന്താണ് അവിടെ പരിപാടിന്നറിയാം. ഓക്കെ, വിട്ടു. തോപ്പിക്കാൻ നോക്കല്ലേ ഭാമേ, മോഹനകൃഷ്ണനെ തോപ്പിക്കാൻ നോക്കല്ലേ. പുലി സാണ. മോനേട്ടാ, ദേ വെറുതെ വാശി കാണിക്കണ്ട. മോഹനേട്ടനെ കൊണ്ട് ഈ പരിപാടി നടക്കില്ല. ദേ തോറ്റുപോയി നീ ഇപ്പൊ സമ്മതിച്ചാൽ നമുക്ക് ഈ പരിപാടി ഇപ്പൊ അവസാനിപ്പിക്കാം. സമ്മതിക്കില്ല? കഷ്ടം. വാശി എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ? ഈ വാശി വല്ല നല്ല കാര്യത്തിന് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദേ മോനേട്ടാ, ലോകത്ത് മറ്റെന്തിനേക്കാട്ടിലും പാടാണ് മിണ്ടാതിരിക്കാന്നുള്ളത്. ഭക്ഷണം കഴിക്കാതിരിക്കാം, വെള്ളം കുടിക്കാതിരിക്കാം, പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. മോഹനേട്ടനാണെ വേണേ ശ്വാസം ഇടാതിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റിയേയില്ല. മോഹനേട്ടാ, മഹാത്മാഗാന്ധി പലവട്ടം നിരാഹാരം കിടന്നിട്ടുണ്ട്, ദിവസങ്ങളോളം. പക്ഷെ മൗനവ്രതം നോക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടേയില്ല.
നിരാഹാരത്തെക്കാട്ടിലും പാടാണ് മൗനവ്രതം. അങ്ങനെ നോക്കുമ്പോൾ മഹാത്മാഗാന്ധിയെക്കാട്ടിലും മിടുക്കനാണ് മൗനിസ്വാമി. മഹാത്മാഗാന്ധി നിനക്ക് തമാശ കളിക്കാനുള്ള ആളാണോ? നീ എന്താണ് ഗാന്ധിജിയെ പറ്റി കരുതിയിരിക്കുന്നത്? എവിടെയെങ്കിലും പോയി ആരോടും മിണ്ടാതെ ഒളിച്ചിരിക്കുന്ന ആളാണോ ഗാന്ധിജി? പറയാനുള്ള കാര്യങ്ങൾ ആരെയും പേടിക്കാതെ വിളിച്ചു പറഞ്ഞിരുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഗാന്ധിജിയേക്കാൾ യോഗ്യനാണോ നിന്നെ ഈ തട്ടിപ്പ് സ്വാമി? അതവിടെ നിൽക്കട്ടെ, നമ്മുടെ പന്തയത്തിന്റെ കാര്യം പറ. എന്ത് കാര്യം? ഇന്നുറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ മീശ വടിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതെന്തായി? ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. മീശ വടിക്കാൻ എനിക്ക് മനസ്സില്ല. ആഹാ, ഹലോ, ദേ മര്യാദയ്ക്ക് വടിച്ചിട്ടില്ലെങ്കിൽ പിടിച്ചെടുത്ത് വടിപ്പിക്കുവേ. വടിക്കാൻ നീങ്ങി വാ, അടിച്ചിന്റെ പല്ല് താഴെയിടും. അങ്ങനെ മോഹൻലാൽ സാറിനെ ഒന്ന് കളിയാക്കി വിട്ടപ്പോ മനസ്സിനെന്തോ ഒരു സുഖവാ. ഓ, എന്നാലും വല്ലാത്തൊരു പന്തായിപ്പോയി സാറേ. സ്വന്തം ഭാര്യയോട് ആരെങ്കിലും മീശ വടിക്കുമെന്ന് പന്തായം വയ്ക്കൂ? അത് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞത് ശരിയാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മീശ വടിക്കാൻ മനസ്സില്ലാന്ന് പറഞ്ഞേനെ. മീശ വടിക്കാൻ മനസ്സില്ലെന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞാൽ എന്താ? ഞാൻ ഭാബയുടെ അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ രാത്രിയിൽ സാർ ഉറങ്ങിക്കിടക്കുമ്പോ വക്കീല് മീശ വെട്ടിയാലോ? ഒരു സൈഡ് വെട്ടിയാ മതിയല്ലോ, ബാക്കി സാറിന് വടിച്ചല്ലേ പറ്റൂ. അങ്ങനെ ചെയ്താ ഭാമ വിവരം അറിയും. ഒരു കാര്യത്തിൽ എനിക്ക് അത്ഭുതമുള്ളൂ. ഒരു പന്തയം വെക്കാനായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെ കാരണങ്ങളുണ്ടായിരുന്നു? വരാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയിൽ ആര് ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം വെക്കായിരുന്നു. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാവോന്ന് ചോദിച്ചാവാമായിരുന്നു. കേരള സർക്കാരിന്റെ ആയുസ് എത്ര കാലം എന്ന് തർക്കിച്ചാവാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞ് പന്തയം വെച്ചത് വിവരക്കേടായിപ്പോയി സാറേ. ആ വിവരക്കേട് ഞാൻ അങ്ങ് സഹിച്ചു. ഞാനും എന്റെ ഭാര്യയും തമ്മിലാണ് പന്തയം. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിനായിരിക്കും. ഞങ്ങൾ ഇഷ്ടം പോലെ പന്തയവും വെക്കും. നിങ്ങൾ നിങ്ങളെ ജോലി നോക്ക്. വക്കീലേ, 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 വക്കീലേ. ഓ, നമസ്കാരം. ഇന്ന് കോടതി പോയില്ലേ? ഓ, ഇന്ന് കേസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ. ഒരു ദിവസം വെറുതെ വീട്ടിലിരിക്കാലോ. ഓ, ഞാൻ വക്കീലിനെ തിരക്കി കോടതി പരിസരം മുഴുവൻ നടന്നു. ഒരു പ്രശ്നമുണ്ട് വക്കീലേ. നമ്മുടെ കുന്നുംപുറത്തെ ദിവാറിനെ പോലീസ് പിടിച്ചോണ്ടുപോയി. സ്റ്റേഷനിൽ ചെന്ന് വക്കീൽ ജാമ്യം എടുക്കണമെന്ന് പറഞ്ഞു. എന്താ കേസ്? ദിവാകരൻ ഇത്തിരി കുടിക്കുമല്ലോ. ഇന്നലെ കുടിച്ചോണ്ട് വരുമ്പോ എസ് ഐ രാമകൃഷ്ണ സാറിന്റെ മുമ്പ് ചെന്നപ്പെട്ടു. നല്ല വിറ്റാണല്ലോടാ, എസ് ഐ ചോദിച്ചു. അപ്പൊ യവും പറഞ്ഞു, നിന്റെ തന്തയുടെ കാശെടുത്തോണ്ടാണ് വെള്ളം അടിക്കുന്നത് എന്ന്. പോരെ പൂരം. ആളിപ്പോ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയെന്നാണ് കുറ്റം. ഒരു കുറ്റവുമില്ല. വാ തുറന്ന് എന്തെങ്കിലും പറയുമ്പോ സാഹചര്യം നോക്കി വേണം പറയാൻ. അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെ പറ്റി പോലെ ഇരിക്കും. മോഹൻ സാറിനെ പറ്റി അത് ഭയങ്കര കോമഡിയാ. സാർ രാവിലെ പറഞ്ഞു ഇന്ന് മൗനവ്രതത്തിലാണ്. വീട്ടിലും വഴിയിലും ഓഫീസിലും ഒക്കെ ആംഗ്യ ഭാഷ മാത്രം. കുറച്ചുനേരം വ്രതം എടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും സാർ വാ തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ അവസാനത്തെ അടവെടുത്തൊക്കെ പ്രയോഗിച്ചില്ലേ. മഹാത്മാഗാന്ധിയെ കളിയാക്കി ഒരു ഡയലോഗ് മതി, ബാക്കി ഞാൻ പറഞ്ഞുതരാം. വ്രതം തെറ്റി സാറ് വക്കീലിന്റെ തന്തയ്ക്ക് വിളിച്ചു. വേറെ എന്ത് പറഞ്ഞാലും പ്രതികരിച്ചില്ലെങ്കിലും മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ സാറ് പ്രതികരിച്ചിരിക്കും. രസം അതല്ല ഉത്തമ. വ്രതത്തിന്റെ പേരിൽ ഒരു പന്തയുണ്ടായിരുന്നു. വാ തുറന്നാൽ മീശ വടിക്കാമെന്ന്. മീശ വടിക്കാന്ന്. പക്ഷെ വ്രതം പൊളിഞ്ഞ് പന്തയം തോറ്റപ്പോ സാറ് പറഞ്ഞു മീശ വടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ സാറ് മീശ പിടിച്ചാ കാണാൻ ഒരു ചന്തോ കാണൂല വക്കീലേ. ആ പന്തയത്തിന്റെ വഴിക്ക് എന്നെ അങ്ങ് പൊക്കോ. അതങ്ങ് പോട്ടെ. പക്ഷെ ഇനിയൊരു 100 വർഷം ഇതും പറഞ്ഞ് എനിക്ക് കളിയാക്കാലോ. മോഹൻലാൽ സാറ് വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റിച്ചു. ആഹാ, എനിക്കത് മാത്രം മതി. എന്തായാലും സാറൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ.
സാറേ നമസ്കാരം സാറേ. നമസ്കാരം. ഉത്തമൻ എവിടെ പോയിരുന്നു? നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ സാറേ, 24 മണിക്കൂർ ഓട്ടം തന്നെയാണല്ലോ. അങ്ങനെ ഓടുന്നത് നല്ലതല്ല, അത്യാവശ്യം വിശ്രമമൊക്കെ നല്ലതാണ്. അതുകൊണ്ടായിരിക്കും സാറ് മൗനവ്രതം എടുത്തതല്ലേ? അന്തം വിട്ട് നോക്കട്ടെ, ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. വക്കീൽ എന്നോട് എല്ലാം പറഞ്ഞു. സാറിന്റെ മൗനവ്രതം മഹാത്മാഗാന്ധി കാരണം പൊളിഞ്ഞല്ലേ? ഉത്തമ, മഹാത്മാഗാന്ധിയെ ഇതിൽ വലിച്ചഴക്കരുത്. ഉത്തമ സ്ഥലം വിടാൻ നോക്ക്. എന്തായാലും പന്തയം വെച്ചിട്ട് വാക്ക് മാറിയത് ശരിയായില്ല സാറേ. മോഹനേഷ് സാർ ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ സാറ് പന്തയം വെച്ച് തോറ്റിട്ട് മീശ പഠിക്കാത്തത് മോശമായിപ്പോയി സാറേ. ഉത്തമ, പന്തയം വെച്ചത് ഞാനും എന്റെ ഭാര്യ സത്യഭാമയുമാണ്. അതിൽ ഉത്തമൻ ഇടപെടേണ്ട കാര്യമില്ല. ഭാമയ്ക്കില്ലാത്ത പരാതി ഉത്തമൻ എന്തിനാ? വക്കീലിന് പരാതിയില്ലെന്ന് ആര് പറഞ്ഞ്? സാറ് വാക്ക് മാറ്റിയ കാര്യം തന്നെ എന്നോട് പറഞ്ഞത് വക്കീല. വക്കീലിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ പിടിച്ചു നിർത്തി മീശ പഠിച്ചേനെ. വക്കീലൊരു പാവമായത് ഭാഗ്യം. ഞാൻ പോട്ടെ സാറേ. അവളത്ര പാവമല്ലെന്ന് എനിക്കറിയാം. ആയിരുന്നെങ്കിൽ ഈ മീശയുടെ കഥ ഉത്തമനോട് പറയുമായിരുന്നില്ലല്ലോ. മോഹനേഷ് സാർ ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. പന്തയം വെക്കാൻ വലിയ മിടുക്കായിരുന്നു. തോറ്റു കഴിഞ്ഞപ്പോ വാക്ക് മാറ്റാം വന്നല്ലോ. ഇത് കയ്യിലിരിക്കുന്ന നല്ലതാണ്. വില്ലേജ് ഓഫീസറെ ഇത് വെച്ച് വരട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഇതിവിടെ ഇരിക്കട്ടെ. നമസ്കാരം വില്ലേജ് ഓഫീസറെ. വാക്കിന് വിലയില്ലാത്ത വില്ലേജ് ഓഫീസർ എന്താ പുറന്നിരിക്കുന്നേ? മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണല്ലേ? ഹലോ, എത്ര നാളിങ്ങനെ മുഖത്ത് നോക്കാതിരിക്കും? മോഹനേട്ടാ, ഇതെന്താ പറ്റിയത്? മീശ എടുത്തു. എന്തിന്? പന്തയം തോറ്റേന്ന്. മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. എന്റെ മോഹനേട്ടാ, ഞാൻ രാവിലെ ഒരു തമാശ പറഞ്ഞതിനാണോ ഈ അക്രമം കാണിച്ചത്? പന്തയം വെച്ചിട്ട് മീശ എടുക്കായിരുന്ന എനിക്ക് വാക്കിന് വിലയില്ലെന്ന് നീ പറയില്ലേ? അത് മാത്രമല്ല, രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ നീ മീശ വെട്ടി കളഞ്ഞാലോ? എന്റെ വില്ലേജ് ഓഫീസർ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഞാൻ വെറുതെ കളിയാക്കിയതല്ലേ. മോഹനേട്ടന് 1 മണിക്കൂർ പോലും മിണ്ടാതിരിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ പന്തയം വെച്ചത്. എന്നാലും പന്തയത്തിൽ ഞാൻ തോറ്റല്ലോ. നീ ഗാന്ധിയെ കളിയാക്കിയപ്പോ എന്റെ ക്ഷമ അങ്ങ് പോയി. ഗാന്ധിജിയെ കളിയാക്കുമ്പോ പിന്നെ മോഹനേട്ടൻ മിണ്ടാതിരിക്കോ? അപ്പൊ അങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ മോഹനേട്ടനുള്ള എന്റെ ബഹുമാനം മൊത്തം പോയനെ. അങ്ങനെ ആർക്കെങ്കിലും തോന്നും പോലെ കളിയാക്കാനുള്ള ആളാണോ ഗാന്ധിജി? മോഹനേട്ടൻ ചെയ്താണ് അതിന് ശരി. അയ്യോ, അപ്പൊ ഈ മീശ എടുക്കണ്ടായിരുന്നല്ലേ? എന്തിന്? മോഹനേട്ടന് മീശ എടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നോ? പക്ഷേ മീശ ഇല്ലെങ്കിൽ എന്താ? എന്റെ വില്ലേജ് ഓഫീസർ സുന്ദരനല്ലേ? ഇങ്ങോട്ട് നോക്കി. സത്യത്തിൽ മീശ പോയപ്പോ മോഹനേട്ടൻ ഒന്നും കൂടെ ചെറുപ്പമായോ എന്നൊരു സംശയം. സത്യം? വാശിയും മീശയും തമ്മിൽ മോശമല്ലാത്ത ബന്ധമുണ്ടെന്ന് ആശാന്മാർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. മിണ്ടാതിരിക്കണമെന്ന് വാക്ക് പറഞ്ഞ് ഉണ്ടായിരുന്ന മീശ കളഞ്ഞ മോഹനകൃഷ്ണനെ കാണുമ്പോൾ മിണ്ടേണ്ട സമയത്ത് മിണ്ടാതിരിക്കുന്നതിനെയും മിണ്ടരുതാത്തപ്പോൾ ബഹളമുണ്ടാക്കുന്നവരെയുമാണ് ഓർമ്മ വരുന്നത്. മിണ്ടുക എന്നത് മനുഷ്യന് മാത്രം കിട്ടിയിട്ടുള്ളൊരു കഴിവാണെന്ന് തിരിച്ചറിഞ്ഞ് മിണ്ടേണ്ടപ്പോൾ മിണ്ടിയും അല്ലാത്തപ്പോൾ മിണ്ടാതിരുന്നും വിദ്വാനാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു നിസ്സാര കാര്യവുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.